ദൈവത്തിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. എങ്ങനെ എനിക്കൊരു അനുഗ്രഹം ലഭിക്കും, അതിന് ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളത് പലപ്പോഴും ഉത്തരം കിട്ടാത്തൊരു ചോദ്യമാണ്. എന്നാൽ നമ്മുടെ ചോദ്യത്തിന് ഉത്തരം തരുവാൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന് സാധിക്കും. ഒരു ദിവസം യേശു ഗലീല കടൽ തീരത്ത് നിൽക്കുമ്പോൾ പത്രോസിനോട് തൻ്റെ വള്ളം അല്പസമയത്തേക്ക് യേശുവിന് വിട്ടുകൊടുക്കണമെന്ന് യേശു ആവശ്യപ്പെട്ടു. പത്രോസ് വള്ളം യേശുവിന് വിട്ടുകൊടുത്തുവെന്ന് അവിടുത്തെ സന്ദർഭത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ യേശുവിൻ്റെ ആവശ്യം നിരസിക്കാതെ വള്ളം വിട്ടുകൊടുത്ത ഒരു പത്രോസിനെ നമുക്ക് അവിടെ കാണാം. സ്തോത്രം. യേശുവിന് വള്ളം വിട്ടുകൊടുത്ത പത്രോസിന് നിരാശപ്പെടേണ്ടി വരികയില്ല. കാരണം യേശു അത് ആവശ്യപ്പെട്ടെങ്കിൽ, അത് വിട്ടുകൊടുക്കുവാൻ പത്രോസ് തയ്യാറായെങ്കിൽ ആ വള്ളത്തെ നിറയ്ക്കുവാൻ യേശുവിന് കഴിയുമെന്ന് അവിടെ തെളിയിച്ചു കൊടുക്കുവാനിടയായി തീർന്നു. സ്തോത്രം. ഇതാ അതിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവർ അങ്ങനെ ചെയ്തപ്പോൾ പെരുത്ത മീൻകൂട്ടം അകപ്പെട്ടു, വല കീറാറായി. സ്തോത്രം. അവർ അങ്ങനെ ചെയ്തപ്പോൾ. അപ്പോൾ നമുക്ക് തിരിച്ചൊരു ചോദ്യം ചോദിക്കാനുണ്ട്: എങ്ങനെ ചെയ്തപ്പോൾ? 2 കാര്യങ്ങൾ അവിടെ സംഭവിച്ചു. ഒന്ന്, പത്രോസ് യേശു ആവശ്യപ്പെട്ടതുപോലെ തൻ്റെ വള്ളം വിട്ടുകൊടുത്തു, മനസ്സോടെ വിട്ടുകൊടുത്തു. 2, അതിനുശേഷം യേശു ആവശ്യപ്പെട്ടത് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കാൻ എന്നുള്ളതാണ്. സ്തോത്രം. ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വലയിറക്കുവാൻ യേശു ആവശ്യപ്പെട്ടപ്പോൾ അതും നിരസിക്കാതെ പത്രോസ് ചെയ്തുവെന്ന് അവിടെ വിവരിച്ചിട്ടുണ്ട്. സ്തോത്രം. അങ്ങനെ ചെയ്തപ്പോഴാണ് അതുവരെ ലഭിക്കാതിരുന്ന വലിയ ഒരു മീൻകൂട്ടം പത്രോസിൻ്റെ വലയിൽ കുടുങ്ങുവാനിടയായി തീർന്നത്. സ്തോത്രം. യേശു ആവശ്യപ്പെടുന്നത് പോലെ നാം പ്രവർത്തിക്കാൻ തയ്യാറായാൽ ഒരിക്കലും സംഭവിക്കത്തില്ല എന്ന് നാം നിശ്ചയിച്ചുറപ്പിച്ച കാര്യങ്ങൾ അത്ഭുതമായി സംഭവിക്കും. അതിന് യാതൊരു സംശയവും വേണ്ട. ആ മീൻകൂട്ടം അതുവരെ അവിടെ ഉണ്ടായിരുന്നില്ലേ എന്ന് ചോദിച്ചാൽ ഉണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് പത്രോസിൻ്റെ വലയിൽ കയറാഞ്ഞതെന്ന് ചോദിച്ചാൽ അതിന് നമുക്ക് ഉത്തരമില്ല. പക്ഷേ സ്വന്തം അധ്വാനത്താൽ നമുക്ക് ലഭിക്കാതെ പോകുന്ന പല കാര്യങ്ങളും യേശുവിൻ്റെ ഒരു വാക്കിന് നമുക്ക് പ്രാപ്യമാകുമെന്ന് ഈ സംഭവം വളരെ വ്യക്തമായി വിവരിക്കുന്നുണ്ട്. സ്തോത്രം. ഇതാ, ഇന്നുവരെ സ്വയമായി അധ്വാനിച്ചിട്ടും ഏറെ കഷ്ടപ്പെട്ടിട്ടും ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കാത്ത ഏതെങ്കിലും പ്രിയപ്പെട്ടവർ എൻ്റെ ഈ സന്ദേശം കേൾക്കുന്നുവെങ്കിൽ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിന് സ്വയം ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തയ്യാറാവുക. 2, അപ്പോൾ കേൾക്കുന്ന ദൈവശബ്ദത്തിനനുസരിച്ച് പ്രവർത്തിക്കുക. പത്രോസ് യേശു പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ തനിക്കൊരിക്കലും ലഭിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ താൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ലാത്ത നിലയിൽ വലിയൊരു മീൻപിടുത്തം അവിടെ നടന്നതായിട്ട് ആ സംഭവം അവിടെ വ്യക്തമാക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവിന് പ്രവർത്തിക്കുവാൻ 1 സെക്കൻഡ് മതി. ഏത് കടലിൽ എവിടെ കിടക്കുന്ന മീനും പത്രോസിൻ്റെ വലയിൽ
കൊണ്ടുവന്ന് കയറ്റുവാൻ കർത്താവ് വിചാരിച്ചാൽ നടക്കുമെന്ന് നാം ഇതിൽ നിന്ന് തിരിച്ചറിയണം. സ്തോത്രം. ഇന്ന് നമുക്കൊരു തീരുമാനമെടുക്കാം. കർത്താവ് ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ പ്രവർത്തിക്കും, കർത്താവ് പറയുന്നത് പോലെ ഞാൻ ചെയ്യും, അതെൻ്റെ ജീവിതത്തിൽ അനുഗ്രഹത്തിന് കാരണമായി തീരുമെന്ന് നമുക്ക് ഒരു ഉറച്ച തീരുമാനമെടുക്കാം. സ്തോത്രം. ദൈവം ഈ വചനങ്ങളാൽ ഓരോ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കട്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരോടൊപ്പം ഉണ്ട്. ദൈവം എല്ലാവരെയും ധാരാളം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.